കുട്ടിക്കൂട്ടം തന്നെ നമ്മുടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായും കുട്ടികളാണെങ്കിലും അവർ അത്ര ചെറിയ കുട്ടികളല്ല, മികച്ച നേട്ടങ്ങളുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ തന്നെ പരിചയപ്പെടുത്തും. 3 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ ഒക്കെ സമ്മാനാർഹരാണ്. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. ഗ്രൂപ്പ് സോങ്ങിലുണ്ട്, ഇൻഡിവിജ്വലായിട്ടുള്ള പദ്യപാരായണങ്ങളിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്വയം നമുക്ക് പരിചയപ്പെടുത്താം. എന്നിട്ട് ഏതൊക്കെ ഇനങ്ങളിലാണ് ഫസ്റ്റ് കിട്ടിയത് എന്നൊന്ന് പറയാം അല്ലേ? തുടങ്ങിയപ്പോൾ മോളുടെ പേര്? അത് ശരി, പാട്ടിനൊപ്പം ഡാൻസും ഉണ്ട്. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അതോ? ചെയ്യും, അടിപൊളി. ഇപ്പൊ ഇവിടെ പങ്കെടുത്തത് ഏതിലായിരുന്നു? മാപ്പിളപ്പാട്ട്. പദ്യം ചൊല്ലിലാണ് അല്ലേ? അപ്പൊ അതിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. മോളോ? രണ്ട് ഗ്രൂപ്പ് സോങ് ഏതൊക്കെയാണ്? ഉറുദു ഗ്രൂപ്പ് സോങ്ങും അറബി ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിരുന്നു. രണ്ടിലും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. മുബഷീറ അല്ലേ? എൻ്റെ പേര് മുഹമ്മദ് നദീം മാം. എൻ്റെ വീട് തൃശ്ശൂർ വടക്കാഞ്ചേരി. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് മേഴ്സിൽ. പങ്കെടുത്തത് ഉറുദു ഗ്രൂപ്പ് സോങ്ങും അറബി ഗ്രൂപ്പ് സോങ്ങും. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡുണ്ട്. 2 മത്സരങ്ങളുമായിട്ടാണ് ജില്ലയിലേക്ക് നമ്മൾ പോകുന്നത്. അത്ര ചെറുതല്ല അല്ല. അവിടെ അടിച്ച് തകർത്ത് നമ്മൾ സ്റ്റേറ്റിലും പോകണം. ഉറപ്പല്ലേ? വടക്കാഞ്ചേരി ഉപജില്ലയുടെ ഇങ്ങനെ പേരിങ്ങനെ ഉയർത്തി പിടിക്കണം. അഭിമാനം വേണ്ട. തീർച്ചയായും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മുഹമ്മദ് ഹസൻ. ഞാൻ തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലാണ് വരുന്നത്. എനിക്ക് അറബി പദ്യത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ട്. പിന്നെ ഉറുദു ഗ്രൂപ്പ് സോങ്, അറബി ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് എ ഗ്രേഡ്. ഒരു പരിപാടി കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. അറബി ഗാനം. അപ്പൊ എന്തായാലും 4 ഫസ്റ്റ് വിത്ത് എ ഗ്രേഡുമായിട്ട് തിരിച്ചു പോകും എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഗംഭീരം. 4 ഫസ്റ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അറബി പദ്യത്തിനുണ്ട്, ഉറുദു പദ്യത്തിനുണ്ട്, അറബി ഗ്രൂപ്പ് സോങ്, ഉറുദു ഗ്രൂപ്പ് സോങ്. കരകളില്ല, ചെറിയ കുട്ടികളില്ല. 4 ഒരു ഉപജില്ല കലാമേളയിൽ 4 ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. ഇവിടെയും 3 ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഇപ്പോൾ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കൂടി വരാനുണ്ട്. അറബി ഗാനം ഉറപ്പല്ലേ? ഞാനാകെ 3 പരിപാടിയിലാണ് പങ്കെടുത്തത്. ഒന്ന് ഉറുദു ഗ്രൂപ്പ് സോങ്ങും, പിന്നെ ഒന്ന് അറബി ഗ്രൂപ്പ് സോങ്ങും, പിന്നെ അറബി ക്വിസും. ഇതിന് 3നും ഫസ്റ്റ് വിത്ത്. എൻ്റെ ദൈവം, 3 പരിപാടിയിൽ പങ്കെടുത്തു. 3 പരിപാടിയിലും ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. 2 പരിപാടി കൂടി പിടിക്കാമായിരുന്നു. അടുത്ത പ്രാവശ്യം പിടിക്കണം വേണ്ട? തീർച്ചയായും പിടിക്കണം. കാരണം പങ്കെടുത്ത പരിപാടിയിലൊക്കെ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. അപ്പോൾ നമ്മൾ മടിച്ചു നിൽക്കേണ്ട ഒരു കാര്യം ഇല്ല, തകർത്ത് പോകണം വേണ്ട? എൻ്റെ പേര് മുഹമ്മദ് ഷെരീഫ്. ഞാൻ തെക്കുവരയിൽ വരുന്നു. എൻ്റെ സ്കൂള് സെൻറ്റ് ബേസ്. ഞാൻ 5ൽ പഠിക്കുന്നു. പങ്കെടുത്ത പരിപാടി അറബി ഗ്രൂപ്പ് സോങ്. ഫസ്റ്റ് പ്രൈസ്. ഒരു പരിപാടിയിലാണ് പങ്കെടുത്തത്. അറബി ഗ്രൂപ്പ് സോങ് സംഘഗാനത്തിലാണ്. ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. ഏതൊക്കെയാണ്? അറബി ഗ്രൂപ്പ് സോങ്ങും ഉറുദു ഗ്രൂപ്പ് സോങ് സംഘഗാനമാണ്. ഞാനിങ്ങനെ ഈ കുട്ടികളിങ്ങനെ പരിചയപ്പെടുമ്പോൾ ഞാൻ ടീച്ചറെ ഒന്ന് ശ്രദ്ധിച്ചതാണ്. കുട്ടികൾ എന്തെങ്കിലും വിട്ടു പോകുന്നുണ്ടോ എന്ന് ആകാംക്ഷയോടെ ടീച്ചർ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ എണ്ണുന്നുണ്ട്. 1, 2, 3 പറഞ്ഞില്ലല്ലോ 4ാമത്തെ എന്നതാണ്. തീർച്ചയായും നല്ല അഭിമാനത്തോടു കൂടെ തന്നെ കുട്ടികൾക്കൊപ്പം നിൽക്കാം. ടീച്ചർ, എന്ത് തോന്നി കുട്ടികളുടെ നേട്ടം? വളരെ സന്തോഷം. ഞങ്ങളുടെ സെൻറ്റ് ബേസ് സ്കൂളിൻ്റെ അഭിമാന താരങ്ങളാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. ഇവർ 5ാം ക്ലാസ് മുതൽ തന്നെ എല്ലാ പാട്ട് മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്, 1ാം സ്ഥാനം നേടാറുണ്ട്. അപ്പോൾ ഒരു വിഷമമുള്ളത് ഇവർ 7ാം ക്ലാസ്സാണ് അധികം. ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് ഇവർ പോകും എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. എങ്കിൽ കൂടി ഇവർക്ക് ഭാവിയിൽ വലിയൊരു വിജയം ഉറപ്പ് തന്നെയാണ്. നല്ല കഴിവുള്ള മക്കളാണ്. അവർ
അവർക്ക് ഭാവിയിൽ എന്താ സ്റ്റേറ്റ് വരെ എത്തി അവരെ തിളങ്ങാൻ കഴിയുന്ന മക്കളാണ്. അവർക്കത് വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ അവസരത്തിൽ എൻ്റെ മക്കൾക്ക് സ്നേഹപൂർവ്വം ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുകയാണ്, ഒപ്പം ആശംസകൾ. ടീച്ചറാണോ ഇവരെ പഠിപ്പിച്ചത്? അതെ. അപ്പോ ടീച്ചർ, കുട്ടികളും ടീച്ചറും കൂടി രണ്ടുപേരും ഒന്ന് പാടാം. ഞാൻ പാടില്ല, പാട്ട് കേൾപ്പിച്ച് പഠിപ്പിക്കാം. എന്നാലും പാടും രണ്ടുപേരും. എൻ്റെ കുട്ടികൾ പാടുമ്പോൾ അവരുടെ കൂടെ മൂളാം. രണ്ടുപേരും ഒരു പാട്ടിന്റെ ആ ഗ്രൂപ്പ് സോങ് ഒന്നാണ്. അറബി തുടങ്ങാം. السلام عليكم ورحمة الله تعالى وبركاته. لا تحزن يا عزة سوف ننتصر بالعزة. لا تحزن يا عزة سوف ننتصر بالعزة. لا تبالي يا أبطال ليس سعيكم في الإبطال. لا تبالي يا أبطال ليس سعيكم في الإبطال. نفدي حبنا من قلبنا جوا نتمنى أن يوفيه الربيع. نفدي حبنا من قلبنا جوا نتمنى أن يوفيه الربيع. يا أهل القدس والزيتون أرض الوعد أرض فلسطين. يا أهل القدس والزيتون أرض الوعد أرض فلسطين. هلوا كل العالم حياكم بالعون العالي. عليكم من عند الله عليكم من عند الله. أحزن يا عزة سوف ننتصر بالعزة. ഗംഭീരം. ആ ടീച്ചർ കണ്ടെടുത്ത കുരുന്നുകൾ മുത്തുകളാണ്, വേറെ മുത്തുകളല്ല, ഭവിയുടെ മുത്തുകൾ തന്നെയാണ്. തീർച്ചയായും ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ വലിയ മേഖലകളിൽ നല്ല ചാനലുകളിലൊക്കെ ഇങ്ങനെ പോയി പാടി റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് നല്ല തിളക്കമുള്ള മുത്തുകളായി മാറണം. അങ്ങനെ മാറുമ്പോൾ ആദ്യം ഓർത്ത് പറയണം, ഞങ്ങൾ ആദ്യം ഇങ്ങനെ പാടിയത് ഐപിഷൻ്റെ ലൈവിലാണ്, വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവത്തിലാണ്. അന്ന് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിരുന്നു ഇവർ വലിയ മികച്ച കലാകാരന്മാരായി മാറും എന്ന് മറക്കാതെ പറയണം. ഇല്ല, തീർച്ചയായും അത്തരത്തിലുള്ള അവസരം കുട്ടികളെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വേദിയൊന്നിൽ ഹൈസ്കൂൾ വിഭാഗം മാർഗംകളി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്